തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ ആവശ്യപ്പെട്ട് ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് KPCC അധ്യക്ഷന് കത്ത് നൽകി. LDF ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിന് 8 സീറ്റുകൾ നൽകുന്നുവെന്നും UDFൽ 3 സീറ്റെങ്കിലും പരിഗണിക്കണമെന്നുമാണ് കത്തിൽ ആവശ്യപ്പെടുന്നത്. അശ്വിൻ പാലാരിയാണ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അശ്വിൻ, സമാനമായ ഒരു തീരുമാനം കോൺഗ്രസിലും ഉണ്ടാകണമെന്നാണല്ലോ ആവശ്യം. ഏത് രീതിയിൽ പരിഗണിക്കപ്പെടും? കൃഷ്ണ പ്രവിധ കേരള പ്രദേശ് ട്രാൻസ്ജെൻഡേഴ്സ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സംസ്ഥാന കമ്മിറ്റിയാണ് ഇന്നലെ ഈ സംഭവവുമായി ഈ കേസുമായി ബന്ധപ്പെട്ട് KPCC അധ്യക്ഷന് കത്ത് നൽകിയിരിക്കുന്നത്. 3 സീറ്റെങ്കിലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിന് നൽകണമെന്നുള്ളതാണ് ആവശ്യം. അവർ ഉദാഹരണമായി എടുത്തു പറയുന്നത് LDF 7-8 സീറ്റുകൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിനെ പരിഗണിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ UDFൽ 3 സീറ്റെങ്കിലും കുറഞ്ഞത് വേണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. നിലവിൽ സ്റ്റേറ്റ് പ്രസിഡന്റായ അമയ പ്രസാദാണ് ഈ കത്ത് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരത്തെ 3 ഡിവിഷനുകൾ, ജില്ലാ പഞ്ചായത്തിലെ 3 ഡിവിഷനുകൾ, ഒപ്പം ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലെ 3 ഡിവിഷനുകൾ, അതിനു പുറമെ എറണാകുളം മേലൂർ മുനിസിപ്പാലിറ്റിയിലെ 3 വാർഡുകൾ എന്നിങ്ങനെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഓരോ വാർഡുകളിൽ 3 പേരെ മത്സരിപ്പിക്കണം. 3 പേരുടെ പേരും നിർദ്ദേശിക്കുന്നുണ്ട്. നിലവിൽ സംസ്ഥാന പ്രസിഡന്റായ അമയ പ്രസാദ്, ഒപ്പം അരുണുമ M. കുറുപ്പ്, അതിനു പുറമെ രാഗാരഞ്ജിനി, ഈ 3 പേരെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കണം എന്നുള്ളതാണ് ഇവിടെ ആവശ്യം. നിലവിൽ KPCC നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ ഒരു തീരുമാനം ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്തായാലും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ ട്രാൻസ്ജെൻഡേഴ്സ് കോൺഗ്രസിനെ കൂടി പരിഗണിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് സംസ്ഥാന ഘടകമുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.